ഇപ്പോൾ 4 ലക്ഷം വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ നാളെ മുതൽ 8 ലക്ഷം വാങ്ങിക്കും, അല്ലെ 10 ലക്ഷം വാങ്ങിക്കും. നമുക്ക് കണ്ടില്ലേ ചില സിനിമയൊക്കെ ഇറങ്ങുന്ന മുമ്പ് ഒരു വിവാദം ഉണ്ടാക്കുമല്ലോ, അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നാണ് പറയുക. അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറുടെ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ കാഴ്ചപ്പാടിലൂടെ പോവുകയാണെങ്കിൽ അയാൾ വളരെ മിടുക്കനാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് തെറി വിളിക്കുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് ഏതൊരു ട്രെയിനർക്കാണെങ്കിലും കൊള്ളാം, ഏതൊരു യൂട്യൂബർക്കാണെങ്കിലും കൊള്ളാം മൈലേജ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ, കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണ് എൻ്റെ ധാരണ. കാരണം 4 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രശ്നത്തോടു കൂടി അത് ഇനി 8 ലക്ഷം രൂപ വാങ്ങിക്കുന്നതാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്വാഭാവികമായിട്ട് ഇന്ന് സഭ്യമായ കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ പറയുന്ന ഉപദേശം കേൾക്കാനൊന്നും ഒരു മനുഷ്യനും താല്പര്യമില്ല. അതിനൊന്നും റീച്ച് കിട്ടത്തില്ല. പല യൂട്യൂബേഴ്സും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മാർക്കറ്റിൽ നല്ല സംഭവങ്ങൾ എടുത്ത് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വളരെ റീച്ച് കിട്ടുന്നില്ലെന്ന് എല്ലാ യൂട്യൂബേഴ്സും പറയാറുണ്ട്. പക്ഷേ എന്തെങ്കിലും അസഭ്യമായ എവിടെയെങ്കിലും വാക്കുകൾ കേൾക്കുകയോ വഴക്കുകൾ കേൾക്കുകയോ അതനുസരിച്ച് എന്തെങ്കിലും അശ്ലീലമായ കാര്യങ്ങൾ ചിത്രീകരിക്കുകയോ ചെയ്താൽ ഭയങ്കര റീച്ചാണ്. ഇന്ന് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ മൊത്തം റിസപ്റ്റീവ്നെസ് നെഗറ്റിവിറ്റിയിലായി. അത് വെച്ച് മാർക്കറ്റ് ചെയ്ത മിടുക്കനാണ് അനിൽ ബാലചന്ദ്രൻ എന്നാണ് ഞാൻ പറയുക. ഇപ്പോൾ 4 ലക്ഷം വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ നാളെ മുതൽ 8 ലക്ഷം വാങ്ങിക്കും, അല്ലെ 10 ലക്ഷം വാങ്ങിക്കും. നമുക്ക് കണ്ടില്ലേ ചില സിനിമയൊക്കെ ഇറങ്ങുന്ന മുമ്പ് ഒരു വിവാദം ഉണ്ടാക്കുമല്ലോ, അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നാണ് പറയുക. ഞാനും ഒരു ട്രെയിനറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, വെൽനസ് കോച്ചാണ്. വർഷങ്ങളിൽ 10-15-20 വർഷമായിട്ട് ഈ മാർക്കറ്റ് നമ്മൾ യൂട്യൂബിലൊന്നും ചെയ്യാൻ പോയില്ല. നമ്മൾ ഇത്രയും റീച്ചിനൊന്നും പോയിട്ടില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അയാൾ മിടുക്കനായ ട്രെയിനറായതുകൊണ്ട് അയാളെ മാർക്കറ്റ് ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കല്ലോ, ഞാനിപ്പോൾ എൻ്റെ ഒരു പരസ്യം TV ദൃശ്യമാധ്യമങ്ങളിൽ ഇടണമെന്നുണ്ട്, എത്ര ലക്ഷം രൂപ മുടക്കണം? അനിൽ ബാലചന്ദ്രന് 1 രൂപ പൈസ 4 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനും ന്യൂസ് 18നും ഒക്കെ ആയിട്ട് ഒരു ബൈറ്റ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അല്ല, അയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അയാൾ വളരെ വ്യക്തമായി റിപ്പോർട്ടർ ചാനലിലേക്ക് യൂസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയുന്നതാണ് ഞാൻ പറയുന്ന മിടുക്ക്, അയാളുടെ മിടുക്ക്. ഇപ്പം ചാനൽ തുടങ്ങിയ അനിൽ ബാലചന്ദ്രൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ന്യൂസ് 18ൽ ഞാൻ വാർത്ത കണ്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ വരുന്നു. ഇത് അയാളെ ഇതുവരെ അറിയാത്ത ആൾക്കാർ, അനിൽ ബാലചന്ദ്രൻ എന്ന വ്യക്തി കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്ത ആൾക്കാരുണ്ട്. അവരുപോലും ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ ആരാണെന്നും അയാളെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അയാളുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പേജുകളിൽ ഇപ്പോൾ തപ്പിയെടുത്ത് അയാളുടെ മോട്ടിവേഷൻ സ്പീച്ചുകളും ട്രെയിനിങ്ങുകളും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇയാൾ കൊള്ളാമല്ലോ ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഇയാളുടെ ട്രെയിനിങ് വെക്കും. അയാളുടെ ഉദ്ദേശം അത് തന്നെയാണെന്നാണ് എന്നെപ്പോലൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സോ അത് അയാളുടെ മാർക്കറ്റിംഗ്, അത്രയേ പറയാനുള്ളൂ.